പ്രൈസ് ഗോഡ്. എല്ലാ കർത്താവിന്റെ മക്കൾക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. തുടർമാനമായി രാവിലെ ഈ ലൈവ് മീറ്റിംഗിൽ നിങ്ങൾ സഹകരിക്കുകയും ഈ മീറ്റിംഗ് ഒത്തിരി പേര് കാണുകയും അസാധാരണമായ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഈ പകലിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ലൈവിലായിരിക്കുമ്പോൾ നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ യെശയ്യാവാണ്. 60 കൊല്ലക്കാലം കർത്താവിന് വേണ്ടി ശക്തമായി നിന്നിട്ട് ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചക പുസ്തകത്തിൽ 27-ാം അധ്യായത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ആത്മാവിൽ വ്യാഖ്യാനിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 27-ന്റെ 1-ാമത്തെ വാക്ക്, അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. നമുക്കറിയാം, യെശയ്യാപ്രവചനം 27 സർപ്പത്തിന്റെ തൃത്വമാണ് കാണുന്നത്. 3 സർപ്പത്തെ കുറിച്ച് അവിടെ നമുക്ക് വായിക്കാം. അത് 3 സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. വിദ്രുത സർപ്പവും വക്രത സർപ്പവും മഹാസർപ്പം എന്ന് പറയുന്നത് 3 സാമ്രാജ്യ ശക്തികളാണ്. 1 ബാബിലോൺ, 2 അശൂർ, 3 മിസ്രൈം സാമ്രാജ്യത്തെ ഉദ്ദേശിച്ചാണ് യെശയ്യാവ് 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നെങ്കിലും ഇതിനെ ആത്മീകമായിട്ടൊന്ന് ദൈവവചനപ്രകാരം ദൈവസഭയ്ക്കും കുടുംബങ്ങൾക്കും അതൊരു വിടുതലായി മാറേണ്ടതിനായി പ്രാർത്ഥനയോടെ ഈ വചനധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ വെളിപ്പാട് 12-ൽ കാണുന്ന മഹാസർപ്പം, സർപ്പത്തിന്റെ തലയെ നമ്മുടെ കർത്താവ് കാൽവറിയിൽ തകർത്തെങ്കിൽ ഇതിനകത്ത് ദൈവമക്കൾ ജയിച്ചവരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാവിലെ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ സർപ്പത്തിന്റെ ശക്തി ക്ഷയിച്ച് എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തെ ഉപദ്രവിക്കുന്ന, നിന്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന, നിന്നെ രോഗിയാക്കുന്ന, നിന്നെ ക്ഷീണിപ്പിച്ച് ആരാധിക്കാൻ കഴിയാതെ, ആത്മാവിൽ ഉയരാൻ കഴിയാതെ, ശുശ്രൂഷകളിൽ ഉയരാൻ കഴിയാതെ ബന്ധിച്ചു വച്ച കെട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ചില കുടുംബങ്ങളിൽ, ചില മണ്ണിൽ സർപ്പത്തിന്റെ ശക്തികൾ ഇളകുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലർ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട് ചില നാഗശക്തികളെ. അങ്ങനെയെങ്കിൽ ഈ പകലത്തെ മീറ്റിംഗിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനം വിട്ട്, നന്മകളെ വിട്ട്, ജോലിയെ വിട്ട് അത് ഇളകി മാറുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ബന്ധിച്ചു വച്ച സർപ്പത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. ഇവിടെ 3 സർപ്പത്തെ യെശയ്യാപ്രവചനം 27:1 കാണാം. 3 സ്വഭാവത്തിലും 3 രീതിയിലുമാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടു വെളിപ്പാട് 12-ൽ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതേതൊക്കെ വിധത്തിലാണ് ദൈവമക്കളെ, ദൈവസഭയെ ഉപദ്രവിക്കുന്നത് നമുക്ക് നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മഹാസർപ്പം അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തികളെ നമുക്ക് പേടിക്കാനില്ല. കാരണം യേശുവിന്റെ കാൽവറി മരണത്തിലൂടെ അത് തകർന്നു പോയതാണ്. എങ്കിലും ചില വീടുകൾക്കകത്ത് ഇതിന്റെ ഉപദ്രവമുണ്ടെന്ന് ചില ദൈവദാസന്മാർ പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം ആ വിഷയത്തെ ദൈവവചനത്തിന്റെ വാളിനായി വെട്ടിക്കളയാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയാം. പ്രബലഘടകൽക്കമന ഈ യോഗത്തിലിരിക്കുന്ന, ലൈവിലിരിക്കുന്ന പല ദൈവമക്കൾക്കും ശരീരത്തിൽ പല ബലഹീനതകളാ, പല രോഗങ്ങളുണ്ട്, അവർ അനുഭവിക്കുന്ന പല വേദനകളുണ്ട്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ മേൽ ജയം
നിനക്ക് കർത്താവ് തന്നിരിക്കും. ഒരാമേൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് രോഗമല്ലായിരുന്നു. എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആ പൈശാചികെട്ട് ദൈവം പൊട്ടിക്കുകയാ. പലരും ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്യും, പക്ഷെ രോഗം കാണുന്നില്ല, പക്ഷെ ശരീരത്തിലെ വേദന മാറുന്നില്ല. ഇതിന്റെ അർത്ഥം യെശയ്യാവ് 27 എഴുതി വെച്ചു, ചില നാഗശക്തികൾ ചില ശരീരത്തെ കയറി അസ്വസ്ഥപ്പെടുത്തുകയാ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരമിടിച്ചങ്ങ് ആരാധിച്ചു. നാളുകൾ കൊണ്ട് ശരീരത്തിന്റെ പല അവയവങ്ങളിലും ബലഹീനത കടത്തിവിടുന്ന ശക്തികൾ ഇപ്പോൾ അഴിയുകയാ. കരമിടിച്ച് ആത്മാവിൽ ശ്രദ്ധിച്ചു. ഉടമന ഘടകശ്മനാദി. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് തന്നെ ചില വിദ്രുത സർപ്പം ഇളകിപ്പോകും, ചില വക്ര സർപ്പം ഇളകിപ്പോകും. മഹാസർപ്പത്തെ കർത്താവ് കുത്തിക്കളയുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മ കാണിക്കുക. ഉടമന ഹതരഘടകസ്മന. ചില വ്യക്തികളുടെ ശരീരത്തിൽ ഉപദ്രവകാരിയായി പത്തി വിടർത്തി നിൽക്കുന്ന അന്യാരാധനയുടെ പോരുകൾ ഈ രാവിലെ ആത്മാവിൽ ശാസിക്കുകയാ. ചില കുടുംബങ്ങൾ ദൈവം വിടുതൽ അയക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മ കാണിക്കുന്നു. അഭിഷേകം പ്രാപിച്ചവർ മൗനമായിട്ടിരിക്കരുത്. അവരാത്മാവിൽ അല്പസമയം പോരാടുക. അപ്പോൾ വിദ്രുത സർപ്പം, വക്രസർപ്പം, മഹാസർപ്പം എന്ന തൃത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടതാണ്, ഇതെല്ലാം തോറ്റതാണ്, ഇതെല്ലാം ചതയപ്പെട്ടതാണ്. ഇതിനെ ജയിക്കാൻ അകത്ത് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഇനി ശ്രദ്ധിക്കുക, വിദ്രുത സർപ്പത്തിന്റെ അർത്ഥം പറക്കുന്ന സർപ്പം അല്ലെങ്കിൽ കുതിക്കുന്ന സർപ്പം. നാം ഇതുവരെ പറക്കുന്ന സർപ്പത്തെ ആരും കണ്ടിട്ടില്ല. ഇഴയുന്നതിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ പറക്കുന്നതിനെ കാണണമെങ്കിൽ ബൈബിളിൽ നോക്കണം. അത് പറന്നു വരുന്നത് ആരെയാണോ ആക്രമിക്കേണ്ടത്, ഏത് കുടുംബത്തെയാണോ തകർക്കേണ്ടത്, ഏത് വ്യക്തിയെയാണോ ആക്രമിക്കേണ്ടത്, ഏത് ദേശത്തെയാണോ പരാജയപ്പെടുത്തേണ്ടത്, ഏത് സഭയെയാണോ ചിതറിക്കേണ്ടതെന്ന് നോക്കി റബനകട മൈലുകൾക്കപ്പുറത്ത് അത് ഒളിഞ്ഞിരുന്ന് ഉന്നം വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് വിദ്രുത സർപ്പത്തിന്റെ സ്വഭാവം. ഹസ്തൽ കമൻ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഒളിഞ്ഞിരുന്ന് ഉന്നം വയ്ക്കും. ആദ്യം നേരെ പറന്നു വരികയല്ല, ഉന്നം കറക്റ്റ് ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നത് അതുകൊണ്ട് പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അസ്ത്രം വെറുതെ ഒരിക്കലും എടുത്തെറിയത്തില്ല. അസ്ത്രം എയ്ത് വിടുമ്പോൾ ആദ്യം എവിടെ അത് കൊള്ളണമോ അവിടെ കൃത്യമായി ഉന്നം വച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ. ആമേൻ. ഉന്നം കറക്റ്റ് ചെയ്യുകയാ. ഉന്നം കറക്റ്റ് ചെയ്തിട്ട് വീരൻ അസ്ത്രം തൊടുക്കുകയുള്ളൂ. വിദ്രുത സർപ്പത്തെ അസ്ത്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ആദ്യം അത് ഉന്നം കറക്റ്റാക്കും, ഉന്നം വച്ചിട്ട് അത് പറന്നു വരികയുള്ളൂ. ഈ രാവിലെ നിന്റെ നേരെ ആകണ്ടാത്ത ചില ഉന്നം യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ആ ഉന്നത്തെ ദൈവം പെറ്റിക്കാൻ പോകയാ. തൂരമന ഹംദൽ കമന ഘടകസ്മന റിമന ഘടകദന പ്രഭാനിയ. ആത്മാവിൽ കർത്താവിന് നന്ദി പറഞ്ഞു. ശത്രു നിന്നെ എത്ര ഉന്നം വച്ചാലും, നിന്റെ പ്രാണനെ എത്ര ഉന്നം വച്ചാലും, നിന്റെ ഭവനത്തെ എത്ര ഉന്നം വച്ചാലും, നിന്റെ തലമുറകളെ എത്ര ഉന്നം വച്ചാലും, നിന്റെ നിലനിൽപ്പിനെ എത്ര ഉന്നം വച്ചാലും, അടകരഗതന നിന്റെ ശുശ്രൂഷയെ റമനഘടകസ്മന എത്ര ഉന്നം വച്ചാലും പരിശുദ്ധാത്മ ഇടപെടുന്നു. ദൈവമുഖത്തേക്കുള്ള നിന്റെ ഉന്നം തെറ്റാതിരുന്നാൽ, ഒരിക്കൽ കൂടി പറയുന്ന ദൈവമുഖത്തേക്കുള്ള നിന്റെ ഉന്നം തെറ്റാതിരുന്നാൽ നിനക്കെതിരെ വരുന്ന സകല ഉന്നത്തെയും ഈ രാവിലെ ദൈവം
തെറ്റിക്കാൻ പോകയാ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് നേരെ ശത്രു ഉന്നം വച്ചതിനെ ദൈവാത്മാവ് തെറ്റിക്കാൻ പോകയാ. ആ ഉന്നം തെറ്റിക്കാൻ പോകയാ. അത് നിന്റെ തലമുറകളെ തൊടത്തില്ല, അവരുടെ വിദ്യാഭ്യാസത്തെ ഭാവിയെ തൊടത്തില്ല, നിന്റെ ബിസിനസിനെയോ നിന്റെ ജോലിയെ തൊടത്തില്ല. നാളുകൾ കൊണ്ട് ഉന്നം വച്ചതിനെ ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് തകരുകയാ. കരമടിച്ച് അന്യഭാഷകൾ ഒരു നിമിഷം ആരാധിച്ചു. ഉടമന ഹതരഘടകമന അർദ്ധരഗജനഘടക പോരാ പോരാ. ശക്തിയോടെ ഈ ലൈവിൽ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ 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 അന്യഭാഷ പറഞ്ഞ് നിന്റെ കുടുംബത്തിന് നേരെ ഉന്നം വച്ച് പറന്നു വന്ന് നിന്റെ സന്ധ്യാപ്രാർത്ഥന നഷ്ടപ്പെടുത്തുന്ന, വഴക്ക് കൊണ്ടുവരുന്ന, സ്കിന്നുകൾക്കകത്ത് പ്രശ്നം കൊണ്ടുവരുന്ന ചില വിദ്രുത സർപ്പത്തെ യേശുവിന്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ അതിനെ ആത്മാവിൽ ബ്രേക്കുകയാ. അന്യഭാഷകളിൽ സ്തുതിക്ക്. ഊടമന ഹംദൽ കമന ഘടകസ്മന ദൂരമന ഘടകൽ കമന. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, ശത്രു എത്ര ഉന്നം വച്ചാലും നിന്റെ നോട്ടം കർത്താവിൽ നിന്ന് മാറിപ്പോകരുത്. ഓ റബന ഘടകസ്മന. ആ ദർശനം തെറ്റിപ്പോകരുത്. നിത്യതയെ കുറിച്ചുള്ള നിന്റെ ഉന്നം തെറ്റരുത്. ഓ, ഉയരത്തിലേക്കുള്ള നിന്റെ ആ നോട്ടം തെറ്റരുത്. റമാന ഹംദൽ കമനഘടക ദൂരമനഘടകസ്മന. അങ്ങനെ തെറ്റാതിരുന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും എതിരെ ഉന്നം വച്ചതിന് ദൈവം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആ ഉന്നത്തെ തെറ്റിക്കാൻ പോകയാ. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ. ഓ, എത്ര പേർക്ക് അത് മനസ്സിലാവുന്നു? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവന്റെ ബലം ഇന്ന് പകലിൽ വെളിപ്പെടും. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നാളുകളായി ചിലതിനെ ഉന്നം വച്ചിരിക്കുന്നത് തെറ്റി മാറുന്നൊരു കാഴ്ച. ശത്രുവിന്റെ ഉന്നം തെറ്റി മാറുകയാ. എത്ര പേര് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അടഗതന ബൗഡമ രഗന്ധന. നീ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ കുടുംബത്തിൽ വലിയ ഉയർച്ച വെളിപ്പെടേണ്ടതാ. ആത്മീക ഭൗതിക നന്മ വെളിപ്പെടേണ്ടതാ. വലിയ സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ടതാണ്. എന്നാൽ നാളുകൾ കൊണ്ട് നീ അറിയാതെ ഓമൻ ഒളിഞ്ഞിരുന്ന് കറക്റ്റ് ഉന്നം വച്ച് നിന്റെ കുടുംബത്തിന് നേരെ വന്ന് ആമേൻ ആമേൻ മാറി മാറി രോഗം കടത്തിവിട്ട് ഒരാൾക്ക് രോഗം ഇട്ട് അത് മാറുമ്പോൾ അടുത്ത ആൾക്ക് വന്ന് അങ്ങനെ നാളുകൾ കൊണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നു. അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ പറയുന്നു, ഇന്ന് പകലത്തെ മീറ്റിംഗിൽ ആ പോരാട്ടം നിന്റെ ഭവനത്തിൽ അഴിയുന്നു. ഉടമന ഹദര ജഗദന റമന ഘടകദന പ്രഭസി. ഇന്ന് ഈ സമയം കർത്താവ് പറയാ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനെ ഉന്നം വച്ചിരിക്കുന്നത്, ഓ നീ ആരാധിച്ചാൽ ശത്രുവിന്റെ ഉന്നം തെറ്റാൻ പോവുകയാ. ഘടകസ്മനാദി. മിസ്രൈമിന്റെ ഉന്നം തെറ്റാൻ കാരണം, മിസ്രൈമ്യരുടെ ഉന്നം തെറ്റാൻ കാരണം ചെങ്കടല് കഴിഞ്ഞ് ജനം ഇങ്ങേ കരയിലേക്ക് കയറുമ്പോൾ അതിന്റെ നടുവിൽ ഒരു പ്രവാചി ഉണ്ടായിരുന്നു, പേര് മിരിയാമെന്ന. ആ പ്രവാചിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു വെളിപ്പാട് കിട്ടി. ഈ ജനത്തെ ശത്രു ഉന്നം വയ്ക്കുന്നുണ്ട്. ഈ കാര്യം മനസ്സിലായപ്പോൾ മിരിയാം അടുത്ത് നിന്ന സഹോദരിമാരോട് പറഞ്ഞു, നമുക്ക് ഒന്ന് ആരാധിച്ച് മുന്നോട്ട് പോകാം. അവൾ തപ്പെടുത്തു, കിന്നരമെടുത്തു. അവരാരാധിച്ചപ്പോൾ ഫറവോനും കൂട്ടരുടെ ഉന്നം തെറ്റിപ്പോയി, അവരുടെ രഥചക്രങ്ങൾ തെറ്റിപ്പോയി. ആരാധിക്കുന്നവന്റെ ഇന്ന് രാവിലെ ആരാധിക്കുന്ന വെറുതെയല്ല, ആരാധിച്ചാൽ ശത്രുവിന്റെ ഉന്നം തെറ്റും. പാരമ്പര്യങ്ങൾ വഴിമാറിപ്പോകയാ, പൈശാചിക നോട്ടങ്ങൾ വഴിമാറുകയാ. ഫറവോന്റെയും കൂട്ടരുടെ ഉന്നം തെറ്റുക മാത്രമല്ല, അവരവിടെ തകർന്നു പോയെങ്കിൽ ഈ സമയം വിശ്വസിക്ക്, നിനക്ക് നേരെ ഉന്നം വച്ച് വർഷങ്ങൾ കൊണ്ട് പിന്നാലെ വരുന്ന ചിലത് ഇന്നത്തോടെ പരാജയപ്പെടാൻ പോകയാ. ഉടരബന ഹന്തല രഗദന പ്രബദന റിമനഗണ. ശത്രു പലതിനെയും ഉന്നം വച്ച് തകർത്തു. വേദപുസ്തകത്തിൽ
ശത്രു ഉന്നം വച്ച് പലതിനെ തകർത്ത ചരിത്രം കാണാം. യൂദ, യേശുവിന്റെ കൂടെ നടന്ന ഇസ്കരിയോത്ത് യൂദ, സാത്താൻ ഉന്നം വച്ചു. എന്നിട്ടോ പെസഹയുടെ രാത്രിയിൽ കർത്താവ് വൻ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നേ? ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, കാര്യസ്ഥൻ വരും. ഞാൻ പോയിട്ട് മടങ്ങി വരും. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് വേണ്ട ഭാവി കാല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവരുടെ നടുവിൽ ഒരുവനെ സാത്താൻ ഉന്നം വച്ചോണ്ടിരിക്കുകയാ. സാത്താൻ യൂദയെ ദൃഷ്ടി വച്ച് നോക്കിയിരിക്കുകയാ. സാത്താൻ അവനെ ഉന്നം വച്ച് കൊണ്ടുപോയി. അവൻ പോയിട്ട് രക്ഷപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. പത്രോസ് പറഞ്ഞില്ലേ, അവനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു യൂദ. ആമേൻ. അപ്പോ ആരെയാ ഉന്നം വച്ചത്? കൂട്ടത്തിലുള്ളവനെയാ. ആ കെട്ട് ദൈവം പൊട്ടിക്കുക. നിന്റെ കുടുംബത്തിലുള്ള ചിലതിനെ, നിന്റെ കൂട്ടത്തിലുള്ള ചിലതിനെ ഉന്നം വച്ച് തകർക്കാൻ റബന ഘടകസ്മരത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നിന്റെ കുടുംബത്തിലുള്ള ചിലരെ ശത്രു ഉന്നം വെച്ച് കയ്യിലെടുത്ത് നിങ്ങളെ തകർക്കാനിട്ട പദ്ധതികളെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യുക. റബന ഘടകമന ഹന്തൽ പ്രവചന ഊടമന ഘടകസ്മനാദി. അവൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു. അവനെ ശത്രു ഉന്നം വെച്ച് കൊണ്ടുപോയി. രക്ഷപ്പെടുത്തിയെന്നല്ല, അവനെ തലകീഴായി തള്ളി വൈഡ പ്രവചന ഘടകസ്മനാദിയ. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞേ. എന്തിനാ സാത്താൻ ഉന്നം വെക്കുന്നത്? ചിലതിനെ പിളർത്തിക്കളയാനാ. ചിലതിനെ തള്ളിയിടാനാ. ഈ രാവിലെ ആ ദൂത് ഏറ്റെടുത്ത് ആരാധിച്ചാൽ കൂട്ടത്തിൽ ചിലതിനെ തള്ളിയിടാം. നിന്റെ കുടുംബത്തിൽ ചിലതിനെ പിളർക്കാൻ വാദിച്ചു നിൽക്കുന്ന ശത്രുവിനെ, അവന്റെ ഉന്നത്തെ ദൈവം ഭെറ്റിക്കുന്ന ഒരു കാഴ്ച. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിലുള്ള ചിലതിനെ ഉന്നം വച്ചോണ്ട് തകർത്ത് കളയാൻ പദ്ധതിയിട്ടത് നീ മൗനമായിട്ടിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ ഉന്നം പെറ്റുകയാ. കരമടിച്ചങ്ങ് ആരാധിച്ചോ. ഈ ലൈവിൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുക. നിന്റെ കുടുംബത്തിന് വിരോധമായി ഉന്നം വച്ച് നിന്ന് ചിലത് പരാജയപ്പെടുക. നിന്റെ തലമുറയുടെ ഭാവി നല്ലതുപോലെ നടക്കേണ്ടതായിരുന്നു. അതിനെ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്ന ചില ഉന്നങ്ങളെ ദൈവം പെറ്റിക്കുക. കുടുംബ ജീവിതങ്ങളെ പിളർത്തുവാൻ, ബന്ധങ്ങളെ പിളർത്തുവാൻ, ഐക്യതയെ പിളർത്തിക്കളയാൻ, സ്നേഹത്തെ രണ്ടാക്കാൻ, ദൈവജനത്തെ പിളർത്തുവാൻ ഉടമന ഉന്നം വയ്ക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ദൈവാത്മാവ് ശാസിക്കുകയാ. യേശുവിന്റെ നാമം കരമടിച്ച് ആരാധിക്കാൻ പറ്റുന്നവർ ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചോ. ഈ സമയം ആ ഉന്നം പെറ്റുകയാ. ശത്രുവിന്റെ ഉന്നം പെറ്റുകയാ. യൂദയെ ഉന്നം വച്ചു. അതിനുശേഷം സാത്താൻ പത്രോസിനെ ഉന്നം വച്ചു. സ്വർഗം പറഞ്ഞു, നടക്കത്തില്ല. ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ അവനെ ഏൽപ്പിക്കേണ്ടതാ. സാത്താൻ പത്രോസിനെ ഉന്നം വെക്കുമ്പോൾ പത്രോസിനത് മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, നിന്നെ ഉന്നം വെക്കുന്നുണ്ട്. എന്തിനെന്നറിയാമോ? യൂദയെ കീറിക്കളഞ്ഞെങ്കിൽ, പിളർത്തിക്കളഞ്ഞെങ്കിൽ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ, ചിലതിനെ പാറ്റിക്കളയാൻ ഉന്നം വെക്കുന്നുണ്ട്. പിളർത്താൻ, നശിപ്പിക്കാൻ. ഈ രാവിലെ സമയം ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഗോതമ്പ് പാറ്റുന്ന പോലെ ദേശത്തുനിന്ന് പാറ്റിക്കളയാൻ, കുടുംബത്തിൽ നിന്ന് പടിയിറക്കാൻ ഉന്നം വെക്കുന്ന ചില അന്ധകാര ശക്തികൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അടകമന കതുര പ്രവചനകച്ച സ്മനയാന്തൽ കമന ഘടകം. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആ മേഖലയിൽ ഒരു വിടുതൽ പരിശുദ്ധ ഈ വചനം ഏറ്റെടുത്തോണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ ഭവനത്തിൽ തുറക്കുകയാ, നിന്റെ തലമുറകളുടെ മേൽ തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുക. റബന ഹദര ഘടക മനഗച്ച സ്മനാദിയന്തര. ഇയ്യോബിനെ നിങ്ങൾക്ക് അറിയാം. ഇയ്യോബിനെ ഉന്നം വച്ചു നശിപ്പിക്കേണ്ടതിന്. അതാ ദൈവം ചോദിച്ചത്, എന്റെ ദാസന ഇയ്യോബിനെ ദൃഷ്ടി വച്ചോ, ഉന്നം വച്ചോ? സാത്താൻ പറഞ്ഞു,
ഉന്നം വയ്ക്കുന്നുണ്ട്, പക്ഷേ തൊടാൻ പറ്റുന്നില്ല. നീ ചുറ്റും വേലി കെട്ടിയിരിക്കുക. കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിഭാഗം യോബിനെ ദൃഷ്ടി വച്ചില്ലേ? പിളർത്തിക്കളയാനല്ല, നശിപ്പിക്കാൻ. സാത്താൻ പറഞ്ഞു കേട്ടോ, നശിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന്. കാരണം എന്താ? വേലി കെട്ടി മറച്ചിരിക്കുക. വലിയ ദൂതന്മാരുടെ സംരക്ഷണം. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ആമേൻ, ഇനി ഒരിക്കലും നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ഉന്നം വച്ച് ശത്രു കയറാൻ അനുവദിക്കാത്ത വണ്ണം ഒരു വലിയ സംരക്ഷണം പരിശുദ്ധാത്മ കൽപ്പിക്കുക. ചില ഉന്നം വയ്ക്കുന്ന ശത്രുവിന്റെ തന്ത്രം യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ആത്മാവ് ഇടപെടുക. എത്ര ഉന്നം വച്ചാലും, എത്ര ദൃഷ്ടി വച്ചാലും, എത്ര നിന്നെ നോട്ടമിട്ടാലും, ദൈവമുഖത്തേക്കുള്ള നിന്റെ ഉന്നം തെറ്റാതിരുന്നാൽ, ദൈവമുഖത്തേക്കുള്ള നോട്ടം നീ തെറ്റാതിരുന്നാൽ, അവങ്കലേക്കുള്ള നോട്ടം തെറ്റാതിരുന്നാൽ, അതരഘടകസ്മന, നിന്നെ ഉന്നം വെക്കുന്ന ചില ഉന്നങ്ങളെ ദൈവം തെറ്റിക്കാൻ പോകയാ. കരമടിച്ച് ആരാധിക്ക്, അന്യഭാഷ പറഞ്ഞ് ആരാധിക്ക്. അപ്പോൾ നിന്നെ ഉന്നം വച്ചതാ സാത്താൻ. എന്നാൽ കർത്താവ് പറയുക പത്രോസിന്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. പത്രോസിനോട് പറയുക, നിന്നെ ഉന്നം വച്ചതാ, ഞാൻ വിട്ടുകൊടുത്തില്ല, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഒരു ഭാവി കാല ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഉടമനകട എത്ര പേര് വിശ്വസിക്കുന്നു? പലരും പരാജയപ്പെട്ടിട്ടും നിന്നെ നിർത്തിയത് ശത്രു ഉന്നം വയ്ക്കാത്തത് കൊണ്ടല്ല, ഒരു വലിയ ശുശ്രൂഷ നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകയാ. എത്ര പോരാട്ടം വന്നിട്ട് നീ തകരാത്തതിന്റെ കാരണം ഒരു പുതുനിയമത്തിന്റെ ശുശ്രൂഷകയായി ദൈവം നിന്നെ കണ്ടിരിക്കുക. പത്രോസിനോട് കർത്താവ് പറയാ, ശത്രു ഉന്നം വെച്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. എന്തെന്നറിയാമോ? ചില താക്കോലുകൾ നിന്നെ ഏൽപ്പിക്കാൻ പോകയാ. ദൈവരാജ്യത്തിന്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കും. നിന്റെ കയ്യിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കാനുണ്ട്. പത്രോസിനോട് പറയാം, നിന്നിലൂടെ ആയിരങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്, അനേകരെ വിടിവിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ആത്മാവ് ദൂത് പറയുകയാ. ഒരു വലിയ മിനിസ്ട്രി നിന്റെ കുടുംബത്തിൽ നാളുകൾ കൊണ്ട് വാറ്റത്തം പറഞ്ഞതാ. സംഭവിക്കാൻ പോകയാ. ആ ശുശ്രൂഷയുടെ വിളി കിടക്കുന്നുകൊണ്ട് നീ പ്രശ്നങ്ങളുടെ കയറിപ്പോയെങ്കിലും തകർന്നില്ല. കർത്താവ് നിന്നെ വിട്ടുകൊടുത്തില്ല, നിന്റെ തലമുറയെ വിട്ടുകൊടുത്തില്ല, നിന്റെ ആൺമക്കളെ, നിന്റെ പെൺകുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്തില്ല. കാരണം ഒരു വലിയ ശുശ്രൂഷ അവരുടെ മേൽ കർത്താവ് ഏൽപ്പിക്കുകയാ. അടകമന വലിയ അനോയിന്റിങ് അവരുടെ മേൽ തുറക്കുക. പ്രവാചകന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ചിലരെ ദൈവാത്മാവ് ഇപ്പോൾ എഴുന്നേൽപ്പിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ സാത്താൻ ഉന്നം വച്ച, ആമേൻ ആമേൻ, ഉന്നം വച്ചവരെ പലരെയും തകർത്തിട്ടും നിന്നെ തകർക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്നറിയാമോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിന്നെ കർത്താവ് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കണ്ടതാ. ആയിരങ്ങളുടെ കെട്ടുപൊട്ടിക്കുന്ന അനേകരെ സൗഖ്യമാക്കി, അനേകരെ ക്രിസ്തുവിൽ പണിതെടുക്കുന്ന ഒരു അസാധാരണ ശത്രു നിന്നെ ഉന്നം വച്ചിട്ട് നീ തകരാത്തതിന്റെ കാരണം ഒരു വലിയ മിനിസ്ട്രി നിന്നൂടെ നടക്കാൻ പോകയാ. ആ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. ഒരു വലിയ പ്രതികൂലം നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആത്മാവിൽ നീ എഴുന്നേൽക്കുകയാ. നീ ഉയരാൻ കഴിയാതെ, ശുശ്രൂഷയിൽ കയറി വരാൻ പറ്റാതെ ഒതുക്കിക്കളഞ്ഞ ചില യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്നു. വേദപുസ്തകം നോക്കിക്കേ, പഴയ നിയമത്തിലൊക്കെ കാണാം, ഒത്തിരി പേരെ സാത്താൻ ഉന്നം വച്ച് തകർത്തു കളഞ്ഞു. കണ്ടോ? ശൗലിനെ ഉന്നം വച്ച് ഒടുവിൽ പട്ടുപോയി. ഗേഹസിയെ ഉന്നം വച്ച് കുഷ്ഠരോഗിയായി പോയി. ആഖാനെ ഉന്നം വച്ചു ആക്കോർ താഴ്വരയിൽ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. ആരൊക്കെയോ ഉന്നം വച്ചു, അവരെല്ലാം തകർന്നു പരാജയപ്പെട്ടു പോയി.
അതുകൊണ്ടാ വചനം പറയുന്ന നിൽക്കുന്നവർ നിൽക്കുന്നവർ എന്ന് തോന്നുന്നവർ വീഴാതിരിക്കാൻ നോക്കട്ടെ. ഇവിടെ ഇരുന്ന് നീ എത്ര തവണ നിന്നെ ഉന്നം വച്ചെന്നറിയാമോ? എത്ര വട്ടം ഈ പകലിൽ നിന്നെ ഉന്നം വച്ചെന്നറിയാമോ? നിന്റെ വാഹനത്തെ ഉന്നം വച്ചെന്നറിയാമോ? നിന്റെ ഭവനത്തെ ഉന്നം വച്ചതാ അറിയാമോ? ദൈവത്തിന്റെ കൃപയാ. ആ കൃപയോർത്ത് കർത്താവിനെ സ്തുതിച്ചേ. നീ പോലും അറിയാതെ നീ പോയ വാഹനത്തെ, നിന്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയ മക്കളെ, ജോലിക്ക് പോയ പ്രിയപ്പെട്ടവരെ ശത്രു ഉന്നം വച്ചതാ ഇന്നും ഈ പകലും. എന്നാൽ തകർന്നു പോകാത്തത് ദൈവത്തിന്റെ കൃപയാ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയ്. കരമടിച്ചങ്ങ് ആരാധിക്ക്. മനസ്സ് തുറന്ന് നന്ദി പറ. ദൈവത്തിന്റെ കൃപ അത്ര വലുതാ. ഓ റാബ ശംദന രഗദന റബനഗടകസ്മനാദി. മനസ്സിലായോ? വിദ്രുത സർപ്പം ഉന്നം വച്ചിട്ട് പറന്നു വന്ന് ആക്രമിക്കും. അത് ആക്രമിക്കാതിരിപ്പാനാ ഇസ്രായേൽ മക്കളെ മേഘസ്തംഭവും അഗ്നിത്തൂണും നടത്തിയത്. മുകളിൽ തീപ്പന്തലുണ്ട്. എന്റെ മുകളിൽ ഒരു കൊട പിടിച്ചിരിക്കുന്ന പോലെ തീപ്പന്തലുണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. ഇസ്രായേൽ മക്കളുടെ തലയ്ക്ക് മീതെ തീപ്പന്തൽ അവരുടെ മുകളിൽ നിന്നു. അതുകൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ അവരെ മറച്ചു ഇസ്രായേലിനെ. കാരണം തീമതലായി നിന്നു. ഒരു തീപ്പന്തം പോലെ. റബനഘടകസ്മനാദി. വിശ്വസിക്ക്. ദൂതേറ്റെടുത്ത് ആരാധിച്ചാൽ നിന്റെ ശിരസിന് മുകളിൽ, ഭവനത്തിന്റെ മുകളിൽ പറന്നിറങ്ങുന്ന ചില അനർത്ഥങ്ങൾ ഈ രാവിലെ ദൈവാത്മാവ് ശാസിക്കുന്ന കാഴ്ച. ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്ന ആളുകളായി ഒരു ഒഴിയാബാധ പോലെ നിന്റെ ഭവനത്തിന് നേരെ പറന്നു നിൽക്കുന്ന അവസരം കിട്ടിയാൽ നിന്നെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന കെട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിക്കുക. വചനം പറയുമ്പോൾ തന്നെ കരമടിച്ചങ്ങ് ഏറ്റെടുത്തോ. റബന ഹദര വൈഡ മനഗച്ചസിയ. ഇത് പറന്നു വന്ന് നിൽക്കും. രണ്ട് രീതിയിൽ ആക്രമിക്കും. ആമേൻ. രണ്ട് രീതിയിൽ. വാലുകൊണ്ട് വിഷം ചീറ്റും. വാലുകൊണ്ട് ഇത് ആക്രമിക്കും. മാത്രമല്ല വിഷം ചീറ്റും കൊണ്ട് ചെയ്യും. എവിടെ ചീറ്റുന്നു അവിടെ മരവിച്ച് മന്ദീഭവിച്ചു പോകും. വിഷം ചീറ്റുവായത്. കടിക്കുമല്ല, വിഷം ചീറ്റും. അതുകൊണ്ടാണ് ചിലർക്ക് ആരാധിക്കാൻ കഴിയാതെ മരവിച്ചിരിക്കുക. അറിയാത്ത ചില വിഷയം നിന്റെ മേൽ കൊണ്ടുവന്ന് വിഷം ചീറ്റുന്ന പോലെ നിന്റെ മേലും നിന്റെ ഭവനത്തിന്റെ മേലും കഴിഞ്ഞ നാളുകളിൽ മാറി മാറി വിഷം ചീറ്റിയതുപോലത്തെ ചിലത്. ഇത്രയും ദൈവമക്കൾ പോരാടി ആരാധിച്ചേ. ആ കെട്ടുന്ന രാവിലെ പൊട്ടി മാറുന്നു. നീ അറിയാത്ത വിഷയം നിന്റെ മേൽ കൊണ്ടുവന്നിടുക. യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. യേശുവിനാമത്തിൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തേളിനുള്ളതുപോലെ വാലുണ്ട്. ആ വാലിൽ വിഷമുള്ള. ഈ മുള്ള് എവിടെ കീറുന്നുവോ ആമേൻ, അവരെയും കൊണ്ട് അത് പരാജയത്തിലേക്ക് ആ വ്യക്തി ശരീരത്തിൽ അത് കയറും. അങ്ങനെ ആക്രമിക്കുന്ന ഈ വിഷമുള്ള ശരീരത്തിൽ കയറും. അതാ വിദ്യുത സർപ്പം. അതാ ചില ദൈവമക്കളുടെ ശരീരത്ത് ഒഴിയാത്ത വേദനകൾ. ഈ രാവിലെ ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ നാളുകളായി ചുമക്കുന്ന പല വേദനകളും, അത് വെറും വേദനയല്ല, അതിന്റെ പിന്നിൽ ചില മുള്ളുണ്ട്. ഈ രാവിലെ ദൈവമക്കൾ ആരാധിക്കുന്നെങ്കിൽ ഏതു വിഷമുള്ളാണെങ്കിലും നിന്റെ ശരീരത്തിൽ ശത്രു കയറ്റി വച്ചതിന് ഇത് വലിച്ചൂരുന്നൊരു കാഴ്ചയാ ഈ വചനം പറയുമ്പോൾ കാണുന്നത്. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ. ഉടമന ഹദര ജഗദന. ആ വേദന മാറുക. യേശുവിന്റെ നാമത്തിൽ തലതൊട്ട് പാദം വരെ ആ വേദന മാറുക. നിൽക്കാൻ പോലും പറ്റാതെ കാലുകളിൽ യേശുവിന്റെ നാമത്തിൽ ആ വേദന വിട്ടുമാറുക. ആ മുള്ളിനെ, മരണമുള്ള് ഉണ്ടോ? വേദപുസ്തകം പറയുന്ന ആ മുള്ളിനെ നോക്കിയിട്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? നിന്നെ രോഗിയാക്കുന്ന എന്താണെന്ന് മനസ്സിലായോ? അത് നിന്റെ ശരീരത്തിന്
എടുക്കാൻ, ആ മുള്ള് ശരീരത്തിനെടുക്കാൻ കാൽവറിയുടെ കൊലക്കളത്തിൽ അവന്റെ ശരീരത്തിൽ റബരഘടകസ്മര ഇരുമ്പാണികൾ അവന്റെ ശിരസിൽ വിഷമുള്ള ഏറ്റ് അവന്റെ ശരീരത്തിൽ മുറിവേറ്റില്ലേ? നിന്റെ ശരീരം അത് മാറിപ്പോവുകയാ. ഈ വിഷമുള്ള സ്കാനിങ്ങിൽ തെളിയത്തില്ല, എക്സ്റേയിൽ തെളിയത്തില്ല, ഈ വിഷമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ തെളിയും. നിന്റെ ശരീരത്തിൽ വച്ച്, കുടുംബത്തിൽ വച്ച വിഷമുള്ള ഒരു അദൃശ്യ കരം, കർത്താവിന്റെ കരം വന്ന് മാറ്റുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്ന യേശുവിൻ നാമത്തിൽ ആ മുള്ള് ഇപ്പോൾ വലിച്ചൂരിയെടുക്കുക. രാധാലാഭ ശംധന രഗദന ഘടകമന ഹംദൽ പ്രവചന ആരാധിച്ചോ ചൂടകാല ഹംദൽ കമന ഘടകസ്മനാദിയ റബന ഘടകസ്മന. ഇത് വിഷം ചീറ്റും വിദ്രുത സർപ്പം. രണ്ടതിന്റെ വാലിനകത്ത് തേളിനെ പോലത്തെ മുള്ള, വിഷമുള്ള, അത് ശരീരത്തിൽ കയറിയാൽ ആയുസ്സിൽ വേദന മാറത്തില്ല. അതുകൊണ്ട് പല ദൈവമക്കളും ആമേൻ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിലും പരിശുദ്ധാത്മാവരുടെ മേൽ ഉണ്ടെങ്കിലും അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത ചില വേദനകൾ ജീവിതത്തിന്റെ അകത്ത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. റാധൂരിബി വചനം പറയുമ്പോൾ തന്നെ ആ മേഖലയിൽ പുനരുദ്ധാന ശക്തി വരുക, ദൈവശക്തി വ്യാപരിക്കുന്നു. അല്പസമയം കരമടിച്ചങ്ങ് ആരാധിച്ച് റീബാന ഹംദൽ കമനഘടകസ്മനാദി ആദര ബൗഡ മനഗസ്മനാദിയ ഉന്നം വച്ച് നോട്ടമിട്ട് ആമെ പിളർത്തിക്കളയാനും പാറ്റിക്കളയാനും നശിപ്പിക്കുവാനുമായി പദ്ധതിയിട്ടിരിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ ഇപ്പോൾ ആരാധന നടക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ അഴിഞ്ഞു മാറുക. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതെ, അതരകട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റാതെ കുടുംബത്തിനകത്ത് കലക്കം കൊണ്ടുവരുക, ഉന്നം വച്ചിട്ട് പറന്നു വരികയാ. പ്രാർത്ഥനയെ തടയുന്ന, വചനധ്യാനത്തെ തടയുന്ന, ആത്മീക അനുഭവങ്ങളെ തടയുന്ന, ആത്മീക സന്തോഷത്തെ തടയുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആ വിദ്രുത സർപ്പത്തിന്റെ പോരുകൾ ഇപ്പോൾ ദൈവമക്കൾ കരമടിച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും പേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്ക്. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ കാൽച്ചുവട്ടിൽ മെതിച്ചുകളെയും ബാലസുമുഖത്തെ പെരുമ്പാമ്പുകളെ മെതിച്ചുകളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കരമടിച്ച് അന്യഭാഷകളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഹീലിംഗ് നടക്കുന്നു, ഡെലിവറൻസുകൾ നടക്കുന്നു. ചില നാഗശക്തികൾ ശരീരങ്ങളിൽ ഇളകിപ്പോകുന്നു. അടകമന ദൂരപ്രവചനം നന്മയെ പിടിച്ചു വച്ചത്, ശരീരത്തിനകത്ത് ചൊറിച്ചിന് കടത്തിവിട്ടത്, സ്കിന്നുകൾക്കകത്ത് ആമേൻ ചില പാടുകൾ കടത്തിവിട്ട്, അതര ഘടക മനകച്ചസിയ ഒരു കറുത്ത പാട് പോലെ കടത്തിവിട്ട് കാലുകളിലും അവയവങ്ങളിലൊക്കെ അസ്വസ്ഥപ്പെടുത്തിയ ചില സർപ്പത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. കരം പിടിച്ച് ആത്മാവിൽ കയറുക. നീ മണ്ണിൽ കാലുകുത്തുമ്പോൾ അസ്വസ്ഥപ്പെടുത്തി തളർച്ചയിടുന്ന അങ്ങനത്തെ ചില ശക്തികൾ അവകാശം പറഞ്ഞ് നിൽക്കുമ്പോൾ അത് റബന കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ നിന്നോടുള്ള പ്രവചനമാ. നാളുകൾ കൊണ്ട് നീ അനുഭവിക്കേണ്ട നന്മയെ ചിതറിപ്പിക്കുന്ന വിദ്രുത സർപ്പത്തിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. കണ്ണുകൾക്കകത്ത് ചൊറിച്ചിന് പോലെ കടത്തിവിട്ട് ചെക്ക് ചെയ്താലും ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതര ശരീരത്തിന്റെ വേദന എന്തെന്ന് മനസ്സിലാകുന്നില്ല, സ്കാൻ ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല. നാളുകൾ കൊണ്ട് നീ ആ ദേശത്ത് പരാജയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ ഒരുക്കി വെച്ച തന്ത്രങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യാം. ഈ ലൈവിൽ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വെളിപ്പെടുന്നു. നിങ്ങൾ ഈ മന്ദിരം പൊളിക്കും, 3-ാം നാളിൽ ഞാൻ അതിനെ പണിയും എന്ന് പറഞ്ഞ കർത്താവ് ആദര ഘടകമന മുറിവേറ്റവന്റെ ശരീരം കണ്ടു ഉയർപ്പിന്റെ ശരീരമാക്കി മാറ്റിയതുപോലെ ശരീരം മുഴുവനും ഇപ്പോൾ വേദന മാറി ആരോഗ്യത്തോടെ ദൈവരാജ്യത്തെ ഉയർത്തുവാൻ സാക്ഷിയാകാൻ പോകുകയാ. ഞാൻ ഒരുമിച്ച്
പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ആത്മാവി സ്തുതിച്ചു തുടങ്ങിയോ. ഇതിന്റെ വിടുതലിന്റെ ദൂത, ഇത് നിന്റെ ഇടയന്റെ ശബ്ദമാ, ഇതിന്റെ കർത്താവിന്റെ ശബ്ദമാ. ഇതിന്റെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ നീ ആമേൻ പ്രതികരിക്കാൻ തുടങ്ങിക്കോ. ആമേൻ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഗ്ലോറി ടു ജീസസ്. ഈ മണിക്കൂറുകളിൽ ഇവരുടെ ശരീരത്തിന്റെ മീതെ ഈ വചനം പ്രബലപ്പെടട്ടെ, വചനം ക്രിയ ചെയ്യട്ടെ, ഇതൊരു ദൂതായി വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മീതെ അത്തരത്തിലുള്ളൊരു വിടുതലിനെ കൽപ്പിക്കുകയാണ്. ആരോഗ്യത്തോടെ ദൈവ കൃപയിൽ ദേശത്ത് കർത്താവിനെ തെളിയിക്കുന്നവരായി ഇവര് മാറട്ടെ. യേശുവിന്റെ ക്രൂശിലൂടെ തന്ന വിടുതലുകളെ, അതിന്റെ ബെനിഫിറ്റുകൾ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സമയം അവർ വിടുവിക്കപ്പെട്ട് അത്ഭുത സാക്ഷിയാകട്ടെ. വിട്ടുമാറാത്ത ശാരീരിക വേദന മാറട്ടെ. നന്മകൾ റിലീസ് ചെയ്യപ്പെടട്ടെ. അതര ഘടക മനഘടക പ്രബന്ധന ജാലഘടക സ്മനാദിയ യേശുവിൻ നാമം ചൊല്ലി ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അത്ഭുതമാക്കും ദൈവപ്രവർത്തിക്കായി സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. തുടർമാനമായി നടക്കുന്ന ഈ മീറ്റിംഗ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും 11 മണിക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. ആമേൻ. ഈ കുറുപ്പുംപടി പട്ടണത്തിൽ ഒരു ദൈവസഭ, അസാധാരണ അപ്പോസ്തലിക മിനിസ്ട്രിയിൽ ഒത്തിരി പേര് വിടുവിക്കപ്പെടും. നിങ്ങൾ കടന്നു വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കും, വിടുവിക്കും. കർത്താവിന്റെ നാമത്തിലൂടെ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.